ഇത് ഈ സംഭവം എന്തായിരുന്നു ഇവർ തരുന്നത് അവിടെ അവര് ഫോട്ടോസ് നമുക്ക് കിട്ടും അല്ലേ? അപ്പൊ ഇവിടെ വരുന്ന എല്ലാവർക്കും തരും അല്ലേ? مولانا من نصير ما عندي جاي بالك പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. മിർസ അഫ്സൽ യൂനുസ് സക്കറിയ, വയനാട് പുത്തുമല മുണ്ടക്കൈ. ഇവിടെ ടൂറിസ്റ്റ് പ്ലേസ് കേട്ടോ, അടിപൊളി സ്ഥലമാണ്. ഫുൾ തേയില കേട്ടോ, ഒരുപാട് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടി ഇവിടെ വരുന്ന ആളുകളെ കൊണ്ടുപോയി കാണിക്കാനുള്ള വണ്ടി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാം. ഈ എസ്റ്റേറ്റിൻ്റെ ഉള്ളിലേക്ക് പോകാനുള്ള വണ്ടികൾ കേട്ടോ, അടിപൊളിയായിട്ട് ഇവിടെ കുറേ വണ്ടികളുണ്ട്. ഇവിടെയൊക്കെ അതിലൊക്കെ ആളുകളൊക്കെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിലുള്ള കാര്യങ്ങൾ ചോദിച്ചു നോക്കാം. ഈ ഒരു റൈഡിൻ്റെ ഒരു പേരെന്താണ്? ബഗ്ഗി റൈഡ്. 2 കിലോമീറ്റർ ആണ് എസ്റ്റേറ്റിന്റെ ഉള്ളിലേക്ക് ട്രാക്കായിട്ട് ഓടുന്നത് അല്ലേ? ഒരാൾക്ക് എത്ര രൂപയാണ്? ഒരു വണ്ടിക്കാണ് ഒരു വണ്ടി ഒരു വണ്ടിക്ക് 1000 ആയിരിക്കാം. ഒരു വണ്ടി 2 പേർക്ക് പോകാം. ഒരു വണ്ടിയിൽ 2 പേർക്ക് പോകാം. 1000 രൂപയാണ് ഇതിനെ വാങ്ങുന്നത്. ഇവിടെ ഞാൻ വന്നപ്പോൾ കണ്ടത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന ഒരുപാട് പേരാണ് കേട്ടോ. മലയാളീസ് ആയിട്ടുള്ള ആളുകളുണ്ട്, എന്നാലും മറ്റുള്ള കർണാടക, തമിഴ്നാട്, തെലുങ്ക് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ്. ഒരാളുടെ വണ്ടിമ്മ പോകാൻ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. Which place you are? I am from Hyderabad. Hyderabad. What is your name? Srivardhan. Srivardhan. Hyderabad അല്ലേ? ഇത് ഫാമിലി ഫ്രണ്ട്സ്. അപ്പോൾ ഇവർ സുഹൃത്തുക്കളെ ഒത്ത് ഹൈദരാബാദിൽ നിന്നാട്ടോ വന്നിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. എന്തായാലും അടിപൊളി സ്ഥലമാണ് കേട്ടത്. വയനാടിൻ്റെ മുണ്ടക്കൈ ഇടിച്ചിലിന് ശേഷം വീണ്ടും ടൂറിസം ഡെവലപ്പായി. അതിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു വൈകുന്നേര സമയം ആയതുകൊണ്ടാണ് കുറച്ച് ആൾ കുറവ്, എന്നാലും ഇപ്പോഴും ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും മനോഹരമായ സ്ഥലം കേട്ടോ. ഒരു തവണയെങ്കിലും ഇവിടെ വരണേ. എത്ര രൂപയാണ്? മെയിൻ ആൾക്കാർ എന്തായാലും നല്ല തിരക്കാട്ടോ. ഈ വൈകുന്നേര സമയം പോലും നല്ല തിരക്കാണ്. ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്, അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അവര് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ അതിന്റെ ആ സംഭവം ധരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും സുഹൃത്തിന്റെ പേരെന്താ? പ്രജീഷിനോട് ജസ്റ്റ് ചോദിച്ചു നോക്കട്ടെ, എത്ര രൂപയാണ് ഇതിന്? സിപ്പ് ലൈനിന് നമുക്ക് 500 ആണ്. സിപ്പ് സൈക്കിളിന് 300, ജെൻസിങ്ങിന് 300 ആണ്. സിപ്പ് ലൈനിന് 500 ആണ്. സിപ്പ് ലൈനിൽ നമുക്ക് ഒരു പ്രാവശ്യം പോകാൻ 500 രൂപയാണ്. സിപ്പ് സൈക്ലിങ്ങിന് 300 രൂപ അല്ലേ? 300 രൂപയാണ് അല്ലേ? നല്ല തിരക്കുണ്ടല്ലോ അല്ലേ? നമുക്കിപ്പോ ഈ ഒരു ഉരുൾപൊട്ടലിനൊക്കെ ശേഷം ഇപ്പോ ഈ ഒരു ഡിസംബർ 20 ശേഷം തിരക്കായി വരും. ഡിസംബർ ഉരുൾപൊട്ടലിന് ശേഷം വീണ്ടും രണ്ടാമത് ടൂറിസം ഡെവലപ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസിന്റെ ഒരുപാട് ആളുകൾ പെട്ടെന്ന് വന്നു പോകുന്നുണ്ട്. പക്ഷേ ഈ സ്പോട്ടൊക്കെ ഇവിടെ ഒന്നാമത് കുറച്ച് ഇപ്പൊ മേപ്പാടിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ? 12 കിലോമീറ്റർ. മേപ്പാടി ടൗണിൽ നിന്നും 12 കിലോമീറ്റർ ആട്ടോ ഇവിടെ ഇങ്ങോട്ടുള്ളത്.
ഇതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോൾ ഉരുൾപൊട്ടിയ സ്ഥലത്തേക്ക് ഒരു 3 കിലോമീറ്റർ അങ്ങോട്ട് ഇപ്പോൾ പ്രവേശനം ഉണ്ടോ? അങ്ങോട്ട് ഇപ്പൊ പ്രവേശനമുണ്ട്. ബെയിലി പാലം വരെ പോവാം. ആ, മിലിറ്ററിക്കാർ കെട്ടിയ പാലം വരെ അങ്ങോട്ട് പ്രവേശനമുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് ഇപ്പോഴും പ്രവേശനമല്ല. എനിക്ക് തോന്നുന്നു ഇപ്പോഴും അവിടെ തെരച്ചിലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും തന്നെ. ഓക്കെ, താങ്ക് യു. തിരക്കല്ല. ആ ആ മേലേക്ക് പോയിക്കോളൂ. ജസ്റ്റ് ഒന്ന് ഗസ്റ്റിനോട് ഒന്ന് പെർമിഷൻ ചോദിച്ചിട്ട്. ഗസ്റ്റിന് ആരോടാ? ഗസ്റ്റിനോട് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യുന്ന ഗസ്റ്റിനോട് നമ്മളിപ്പോ തന്നെ ചോദിക്കാം. നിർത്തുന്നില്ല. ഈ സംഭവം എന്തായിരുന്നു ഇവർ തരുന്നത്? അവിടെ ഒരു ഫോട്ടോസ് നമ്മുടെ വീഡിയോ ഇതൊക്കെ ഇതുണ്ട്. ആ നമുക്ക് കിട്ടും അല്ലേ? ആ, അപ്പൊ ഇവിടെ വരുന്ന എല്ലാവർക്കും തരും അല്ലേ? നല്ല നോക്കണല്ലേ? ഇങ്ങനെ മാത്രമേ ഉള്ളൂ? ഇങ്ങനെ മാത്രമേ ഉള്ളൂ? വൈകി കഴിയുന്നില്ലല്ലോ. സ്റ്റെപ്പ് നേരത്തെ മേലെ പോയി ഞാൻ ഇല്ല പോകൂല. സുഖാനല്ല നല്ല വിട്ടാലും അവിടെ പോകണ്ടേ? ഇതിന്മേലേക്ക് വെച്ചിരുന്നാലേ ഇരിക്കാൻ കഴിയുള്ളൂ. അവിടെ ഇത്ര ഉള്ള സംഭവം. ആ, ഓക്കെ.
ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച ഇതിന്റെ മുകളിൽ എന്താ വെച്ചാൽ എല്ലാവർക്കും പേടിയാണ്. എല്ലാവർക്കും ഭയങ്കര മോഹമാണ് ഇതിന്റെ മേലെ കയറണം, ഇതിൽ യാത്ര ചെയ്യണം. പക്ഷെ എല്ലാവർക്കും ഉള്ളിൽ ഭയങ്കര പേടിയാണ്. നമ്മളതിന്റെ മേലെ കയറി ഇവർ നമ്മളെ കറക്റ്റ് അല്ല ഇതുപോലെ വളരെ ബന്ധോസാക്കിയിട്ടാണ് നമ്മളതിന്റെ മേലെ നിന്ന് അങ്ങോട്ട് വിടുക. സേഫ്റ്റിയാണ്, ഫുൾ 100% സേഫ്റ്റിയാണ്. ഇവിടെ സ്റ്റാർട്ടിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അവരെന്നെ ഫ്രീ ആയി, അവരെന്നെ പോകുന്ന പോക്കിൽ വർത്താനം പറയുക, ഫോട്ടോസ് എടുക്കുക, അങ്ങനെയുള്ളൊരു സംഭവമാണ്. ഇവിടെ എന്തായാലും കണ്ടോ ഒരുപാട് സ്ഥലം. ഇപ്പൊ നമ്മളെ പുറകിൽ നിൽക്കുന്നവർ ബാംഗ്ലൂർ അല്ലേ? മാംഗ്ലൂരിൽ നിന്ന് വന്നവരാണ്. വാട്ട് ഇസ് നെയിം? അലിഷ. വിത്ത് ഫാമിലി? ഫാമിലി. ഇതുണ്ടോ ഇവരൊക്കെ അടിപൊളിയായിട്ട് കണ്ടോ, അവർക്കൊന്നും ഒരു ടെൻഷനും ഇല്ല. നന്നായിട്ട് അവർ ബെൽറ്റ് വെച്ച് ക്ലിപ്പൊക്കെ ഇട്ട് ഗംഭീരമായിട്ട് മുകളിൽ അതുപോലെ വെച്ച് Okay guys, bye bye. ഇനിയിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് സിപ്പ് സൈക്ലിംഗ് കേട്ടോ. അതൊരു പ്രത്യേക ഒരു അനുഭവം തന്നെ. എന്തായാലും ജസ്റ്റ് നമുക്കൊന്ന് കാണാം. സിപ്പ് സൈക്ലിംഗ് കേട്ടോ, 300 രൂപ. ഇതാ ഒരു സൈക്കിള് ഇങ്ങോട്ടുണ്ട്, ഒരു സൈക്കിള് അങ്ങോട്ടുണ്ട് കേട്ടോ. കുട്ടികളാണ് അധികം പോകുന്നത്. കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും പോകുന്നുണ്ട്. ഇതൊക്കെ നല്ല സേഫ്റ്റി കേട്ടോ. ഇരുമ്പ് കമ്പി അടിപൊളി സെറ്റപ്പായിട്ട് ഒക്കെയാണ് ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. എന്തായാലും ഫസ്റ്റ് കയറുമ്പോൾ ആർക്കാണെങ്കിലും കയറി ഇരിക്കുമ്പോൾ ഒരു പേടി ഉണ്ടാവും. പിന്നെ അതങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതി, അതങ്ങനെ പോയിക്കോളും. അതിൻ്റെ എൻഡ് പോയിന്റ് അവിടെ കേട്ടോ. എന്തായാലും വയനാട്ടിൽ വരുന്നവർ ഈ ഒരു സ്ഥലം ഒരു കാരണവശാലും മിസ്സാക്കാൻ പാടില്ല. അത്ര മനോഹരമായ കേട്ടോ. ഈ 2 സംഭവം തന്നെ മതി ഇവിടെ, അധികമൊന്നും വേണ്ട. കണ്ടോ, ഇപ്പൊ ഈ വൈകുന്നേര സമയം 6 മണി കഴിഞ്ഞു. ഇപ്പോഴും ഇവിടെ ഇഷ്ടം പോലെ ആളുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത്. നല്ല ഹൈറ്റ് ഉണ്ട്. പോയി നോക്കണം. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ
അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ്, അത് വലിയൊരു സംഭവം കേട്ടോ.